ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് മുട്ട തോരനാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോലെല്ലാം ചെത്തി മാറ്റിയ ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനോടൊപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പകുതി സവാള അരിഞ്ഞത്, കുറച്ച് ജീരകം, പെരുംജീരകം, ഒരു 3 വറ്റൽമുളക്, ഇത്രയും നമുക്ക് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇവയൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. തീരെ അങ്ങ് അരഞ്ഞു പോകരുത്. നമുക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കിട്ടണമോ അതുപോലെ ചെറിയ രീതിയിൽ മാത്രം ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. ഇനി നമുക്ക് ചതച്ചെടുത്ത ബീട്രൂട്ടെല്ലാം ഒരു പാനിലോട്ട് മാറ്റാം. കുറച്ച് കറിവേപ്പില കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയാണ്. നമുക്ക് വഴറ്റാൻ എത്ര എണ്ണയാണ് ആവശ്യം അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ തോരനിൽ കടുകൊന്നും പൊട്ടിക്കുന്നില്ല. ഇനി ഇവയെല്ലാം നമുക്ക് ചെറുതീയിലിട്ട് വേണം തയ്യാർ ചെയ്യാൻ. ഒന്ന് വഴറ്റി കൊടുക്കാം. തീ ഒരിക്കലും കൂട്ടിയിട്ട് ചെയ്യരുത്. തീ കൂട്ടിയിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ബീട്രൂട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങി കരിയാൻ സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, നമുക്ക് ബീട്രൂട്ടിലെ വെള്ളം മുഴുവനായിട്ട് ഈ ചെറുതീയിലിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ബീട്രൂട്ട് മുട്ട തോരനാണ്. ഇപ്പോൾ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ടെല്ലാം ഒരു വശത്തേക്ക് കോരി മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ട 1 2 നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ തോരനിൽ വേറെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. മുട്ട ചേർത്ത് കൊണ്ടൊരു പ്രത്യേക രീതിയിലാണ് തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരത്തില്ല. നമുക്ക് ചൂടോടെ തന്നെ ഈ തോരൻ കഴിക്കണം. ഇനി കൈവിടാതെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ ഗരം മസാലയാണ്. അതുകൂടി ഇടുമ്പോൾ നമ്മുടെ തോരന് അടിപൊളി മണം കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് കറക്റ്റ് രീതിയിൽ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവും കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഒരു മുട്ട ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം വേണം തോരൻ തയ്യാറാക്കാൻ. അപ്പോൾ തന്നെ നമുക്ക് ചൂടോടുകൂടി തന്നെ തോരൻ കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.